വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യണത്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത്. ഫെബ്രുവരി 3-നെങ്ങാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇടാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ ജേർണലിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ജാനുവരീനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആ മന്ത് എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ടേബിളിൽ ഇരുന്നല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല സൺസെറ്റ് ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ബാൽക്കണിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഇതുപോലെ ഒരു ക്ലോത്തൊക്കെ വിരിച്ചിട്ട് എല്ലാം കൊണ്ട് ജേർണലിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് ജേർണലിങ് ചെയ്യുക. ഈ വീഡിയോസ് ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഫെബ്രുവരി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ബിസി ആയിപ്പോയതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ ജേർണലിങ്ങിന് എന്തായാലും ബ്രൗൺ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു പേപ്പർ ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ന്യൂസ് പേപ്പറാണ്. ഞാൻ എപ്പോൾ ജേർണൽ ചെയ്താലും അതൊരു വിൻറ്റേജ് തീമിലോട്ടായി പോകാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രൗൺ പേപ്പറും ന്യൂസ് പേപ്പറും ഞാൻ എന്തായാലും ഒട്ടിക്കും. അത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തീമേ അങ്ങോട്ട് മാറിപ്പോവും. ഇന്ന് ഞാൻ എന്തോ ഒരു ഇൻസ്പോ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. ഞാനല്ലെങ്കിൽ എൻ്റെ ഐഡിയ ചെയ്ത് വരുമ്പോൾ കുറേ പരീക്ഷണം ചെയ്യും, പിന്നെ കുറേ ടൈമും അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുക. കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെറുതെ എഴുതുന്നതിലും ഇങ്ങനെ ജേർണലൊക്കെ ചെയ്തിട്ട് എഴുതുമ്പോൾ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബ്രൗൺ പേപ്പർ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കേഴ്സ് ആണല്ലോ. അതുകൊണ്ട് സ്റ്റിക്കേഴ്സ് ഇരുന്ന് തപ്പി കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിതിൽ ജാനുവരിയിൽ നിന്ന് എഴുതണോ ഫെബ്രുവരിയിൽ നിന്ന് എഴുതണോ എന്ന് കൺഫ്യൂഷനായിരുന്നു. കാരണം ഫെബ്രുവരി തുടങ്ങി കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജാനുവരിനെ പറ്റി എഴുതുന്നത്. അപ്പോൾ ഫെബ്രുവരി ആയല്ലോ, ഫെബ്രുവരിയിൽ നിന്ന് എഴുതണോ അതോ ജാനുവരിനെ പറ്റി എഴുതണോണ്ട് ജാനുവരിയിൽ നിന്ന് എഴുതണോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ജാനുവരിയിൽ നിന്ന് എഴുതാമെന്ന്. അങ്ങനെ പിന്നെ എഴുതിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കലണ്ടർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ജനുവരിയിലെ കലണ്ടർ തന്നെയായിരുന്നു എൻ്റെ ടേബിളിൽ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഫെബ്രുവരിയിലെ കലണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കോൺ വെറുതെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുക്ക് ചെയ്തിട്ട് അത് കഴിക്കണുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട്, പോയിൻറ്റ്സൊക്കെ. അതാകുമ്പോൾ അതിനനുസരിച്ച് എഴുതിയാൽ മതിയല്ലോ. ആദ്യം പോയിൻറ്റ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നേരെ നോക്കുക, അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക, എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ നോക്കി എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ അസൈൻമെൻറ്റ് ഞാൻ ഈ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലും ഫോണിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, മറ്റേ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, അതിൻ്റെ സ്റ്റാൻഡാണ്. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോണും കാണാൻ പറ്റും. ഞാൻ അതിൽ വെച്ചിട്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നേരം. ഇനിയിപ്പോൾ ഒരു റെസിപ്പി ആവാം. എൻ്റെ തലയിൽ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സ്ട്രോബെറി മൊഹിറ്റോ ഒക്കെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. പക്ഷെ മൊഹിറ്റോ എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല. ആദ്യം തന്നെ സ്ട്രോബെറി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അതും പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഇട്ട് അടിച്ചെടുക്കുക. മൊഹിറ്റോ ഉണ്ടാക്കണം ഇങ്ങനെയൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രോബെറി സോഡ പോലെയൊക്കെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് മൊഹിറ്റോ എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ചെന്ന് മാത്രം. ഇനിയിപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ലെമൺ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, സോഡയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ സ്ട്രോബെറി മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കുറിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്തായിട്ട് കുറച്ച് നേരം ഇരുന്ന് ബുക്ക്സ് വായിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഫേമസ് ഫൈവിൻ്റെ ബുക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരെണ്ണം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ 21 എഡിഷൻസ് വാങ്ങി. ഇപ്പോൾ അതിലൊരെണ്ണം ഞാൻ തീർത്തിട്ടുണ്ട്. അത് ഈ അടുത്തെങ്ങാണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ രണ്ടാമത്തത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കുറച്ച് പകുതിയൊക്കെ ആവാറായി തോന്നുന്നു. അപ്പോൾ അതിരുന്ന് കുറച്ച് നേരം വായിക്കുന്നുണ്ട്. ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ആണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ അധികം ലോങ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.